ഹായ് ഡിയേഴ്സ്, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്, കഴിക്കാനും പൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമ്മൾ എന്നും ഒരേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മടുത്തവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയൊരു കിടിലായിട്ടാണ് കേട്ടോ. അപ്പോൾ ഡെയിലി നമ്മൾ ഒരേപോലെ കഴിക്കാണ്ട് ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് മാറി കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് അരിപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ഒരു 1/2 കപ്പ് തൈരും കൂടി, നല്ല കട്ട തൈരാണ് ചേർക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 1/4 കഷ്ണം സവാള അരിഞ്ഞത്, ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ 2 തണ്ട് വേപ്പില അതൊന്ന് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ തേങ്ങ ചിരണ്ടിയത് കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അതൊന്ന് കുറച്ച് ലൂസാക്കുക. ഒരുപാട് ലൂസാക്കണ്ട, നമ്മൾ കുറച്ചൊരു കട്ടിയായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കണം കേട്ടോ നമുക്ക്. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ലൂസാക്കാം കേട്ടോ. അപ്പോൾ ഇത് മാവ് നന്നായി ഒന്ന് കട്ടകളൊക്കെ പോയിട്ട് നന്നായി ഒന്ന് കയ്യിൽ വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായി ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതങ്ങനെ ആക്കിയിട്ട് അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം അതൊന്ന് ലൂസാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ ഈ കട്ടകളൊക്കെ ഒന്ന് ഉടക്കണേ. അപ്പോൾ കട്ടകളൊക്കെ ഉടച്ചിട്ടുണ്ട്. ഇനി ഒരു 10-20 മിനിറ്റ് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. റെസ്റ്റ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഞാനിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അധികം എണ്ണ ഒന്നും കുടിക്കില്ല, നല്ല ഇതിൽ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് രാവിലത്തെ കടിയാണെങ്കിലും അത് ഒരുപാട് ഓയിലി ആയിട്ടുള്ളതൊന്നുമല്ല, നമുക്ക് ഉണ്ടെങ്കിൽ കൂടിയിട്ട് ഈ അരിപ്പൊടിയൊക്കെ ചേർക്കണ കാരണം ഓയിലൊട്ടും അങ്ങനെ കുടിക്കാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതൊരു വടയുടെ ടേസ്റ്റൊക്കെയാണ് വരുന്നത്. നമുക്കൊരു വട ചട്നി കൂട്ടി കഴിക്കണ ആ ടേസ്റ്റിലാണ് ഇതിട്ട് അത് കഴിക്കാൻ തോന്നുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, എല്ലാവർക്കും ഇഷ്ടമാവും ചെയ്യും കേട്ടോ. ഇനി നമുക്ക് രാവിലത്തെ കടിയിലെങ്കിലും വൈകുന്നേരത്തെ ഒരു 4 മണി ചായക്ക് ഉണ്ടാക്കാനും ഇത് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നല്ല കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല വിശപ്പൊക്കെ തീരും, നമുക്ക് നന്നായി കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും എല്ലതും ഇതുപോലെ ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചും കൂടി റെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒന്നും കൂടി പൊള്ളക്കൂട്ടാം. ഞാൻ അധികം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ല, അപ്പോഴേക്കപ്പം ഞാൻ ഉണ്ടാക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ ഒന്നും കൂടി നന്നായി ഇതൊന്ന് പൊന്തി വരും കേട്ടോ. പിന്നെ തക്കാളി ചമ്മന്തി, ചട്നി, തേങ്ങാ ചട്നിയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിവിടെ തേങ്ങാ ചട്നി വെച്ചിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി സെലക്ട് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.